ഈ വികസനം വോട്ടായി കൺവേർട്ട് ചെയ്യപ്പെടും എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇല്ല 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 ഒരിക്കലും ഒരു വോട്ടർ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ വികസനത്തിന്റെ പട്ടികയൊന്നും ഹൈവേ മനസ്സിൽ കാണത്തില്ല, ഒന്നും ഉണ്ടാവില്ല. അയാൾക്ക് അയാളുടേതായ എന്തെങ്കിലും കാരണം അന്ന് രാവിലെ ഉണ്ടായതായിരിക്കാം. അതാണ് വോട്ടിന് നിശ്ചയിക്കുന്നത്. അല്ല, കുറച്ച് ആൾക്കാരല്ലേ അങ്ങനെ ഉള്ളൂ, ബാക്കിയുള്ളവർക്കെല്ലാം ഒരു നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ വലിയ ഒരു ജനാവലി അല്ലെങ്കിൽ സമ്മതിദായക സംഘം ഒരു അജണ്ട മുൻനിർത്തി വോട്ട് ചെയ്തത് അത് 1977 അന്ന് പോലും കേരളത്തിൽ നമുക്കതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ആ തരംഗം കേരളത്തിലേക്ക് വന്നില്ല. അതുകൊണ്ട് അങ്ങേയറ്റം ഒരു കൺഫ്യൂസ്ഡായ അവസ്ഥയിലാണ് ഈ കേരളത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫലമാണ് നമ്മൾ മെയ് 4 അറിയും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നത്. അങ്ങയുടെ ഒരു പ്രതീക്ഷ, എന്റെ ഒരു പ്രതീക്ഷയല്ല, എന്റെ ഒരു പ്രാർത്ഥന, ഒരു തൂക്ക് സഭ, ഹങ് അസംബ്ലി ഉണ്ടാകരുത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ടോ? സംഭവിച്ചു കൂടുന്നില്ല. ഇവിടെ എല്ലാവരും 100, 110 ഒക്കെ പറഞ്ഞവർ ഇപ്പൊ താഴേക്ക് വന്നല്ലോ. 100 പറഞ്ഞവർ 80+ ആയി. ഇനി കുറച്ചുകൂടി താഴേക്ക് വരാമല്ലോ എണ്ണുമ്പോ 110 പറഞ്ഞവരും ഉണ്ട് ഇവിടെ. എനിക്ക് വന്നേ കുറയ്ക്കാൻ കൂട്ടാത്ത നിൽക്കുന്നത് അഡ്വക്കേറ്റ് ജയസൂര്യയുടെ ആൾക്കാരേ ഉള്ളൂ. അവര് കൂട്ടുന്നില്ല, കുറയ്ക്കുന്നില്ല, അല്ലേ? പക്ഷേ എല്ലായിടത്തും സാന്നിധ്യം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അവര് അത് ഇപ്പൊ സാന്നിധ്യം ഉണ്ടല്ലോ. അല്ല, എണ്ണിക്കഴിയുമ്പോഴും അല്ല, അവര് കുളം എല്ലായിടത്തും ഉണ്ടാവുന്ന. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ചകളൊക്കെ നടത്തുമ്പോൾ ഇത് ജനങ്ങൾ വോട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ചർച്ചയാണിത്. പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മളെവിടെ എത്തുകയില്ല. ആർക്കും ഒരു മാർക്ക് ഇടുന്നവർക്ക് മാർക്കിട്ട് നിങ്ങൾ ജയിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് പറ്റില്ല. അത് സമ്മതിദായകരുടെ ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ലോകത്തെവിടെയും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സമ്മതിദായകരെ നിയന്ത്രിക്കുന്ന ഘടകമെന്തെന്ന് ചോദിച്ചാൽ ഒരു ബോക്സ് ഓഫീസ് ഫിലിം വിജയിക്കുന്നതിന്റെ ഘടകം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ലാത്തതുപോലെ തന്നെ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല.